റോയ്ജയ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങളായിരിക്കും ഇതിന് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എംഎൽഎ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇന്ന് ഒരു വർഷം തികയാണ്. 2024 ഡിസംബർ 4 ആയിരുന്നു അദ്ദേഹം എംഎൽഎ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ആ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായ 2 സംഭവങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഒന്ന്, ഒരു പീഡന കേസിൽ പ്രതിയായി അതിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളി, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി നേതാവായിട്ട് വന്ന എംഎൽഎ വരെ ആയ ഒരാളെ ഇന്ന് പാർട്ടി പുറത്താക്കുകയും ചെയ്തു. കാരണം ഒരു തരത്തിലും പാർട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത കടുത്ത അപരാധങ്ങളിൽ ചെന്ന് ദുരന്തം കൂടിയാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിന് ഇതുപോലുള്ള ഉയർച്ചയും താഴ്ചയും സംഭവിച്ചിട്ടില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം സ്വന്തമായിട്ടുള്ള ഒരു റെക്കോർഡായിട്ട് ചരിത്രം രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതായത് വളരെ ചെറിയ പ്രായത്തിൽ 35-ാമത്തെ വയസ്സിൽ കേരളത്തിലെ നിയമസഭയിലെ അംഗമായി വരാനുള്ള ചാൻസ് കിട്ടുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നു. കോൺഗ്രസിനകത്ത് വലിയ സ്വീകാര്യത ഒക്കെ ലഭിച്ച ഒരു വ്യക്തി ഒരു വർഷം കൊണ്ട് തന്നെ അത് കളഞ്ഞു കുളിച്ചു, നശിപ്പിച്ചു. ഈ പാർട്ടിക്ക് വരുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ഡാമേജ് വരെ വരുത്തിയിട്ടാണ് ആ ചെറുപ്പക്കാരനെ ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. പുറത്താക്കാതിരിക്കാനൊക്കെ ഒരുപാട് കളികളൊക്കെ നടന്നെങ്കിലും നിവർത്തികെട്ട് പാർട്ടി നാണം കെട്ട് പടുകുഴിയിലേക്ക് അവസാന നിമിഷം ഈ ഒരു ഗതികേടിൻ്റെ അവസ്ഥയിലാണ് കോൺഗ്രസിന് പോലും ഒരു തീരുമാനം. കാരണം അന്തരീക്ഷത്തിൽ ഈ കഥകളൊക്കെ കേട്ട സമയത്ത് തന്നെ ഇത് വരാനിരിക്കുന്ന വലിയ അപകടകരമായ സ്ഥിതി സൃഷ്ടിക്കുമെന്നുള്ളൊരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവർ ഇയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. പക്ഷേ പിന്നീട് കിട്ടിയ ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഇയാൾ തന്നെ ഈ അവസരത്തെ മുഴുവൻ തട്ടിത്തെറിപ്പിക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുന്ന പരിപാടികളിലേക്ക് പോയി. കാരണം അതിജീവിതയായ പെൺകുട്ടിയെ വെല്ലുവിളിക്കുകയും അങ്ങനൊന്നും പരാതിയില്ലെന്ന് പറയുകയും അവരെ വലിയ മോശക്കാരായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്തൊരവസ്ഥ വരികയും കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആണെന്ന് വരുത്തി അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുകയൊക്കെ ചെയ്ത് വലിയ അഹങ്കാരത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, നിയമസഭയിൽ തന്നെ പാർട്ടിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് നിയമസഭയിൽ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉണ്ടായ ഒരു വലിയ തിരിച്ചടിയാണിത്. അപ്പോൾ ഇതാണ് നിങ്ങൾ മൂക്കാതെ പഴുക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു രൂപീകരണം ആണ്. പാർട്ടിക്കകത്ത് വന്നു, പാർട്ടി ഇത്രയും വലിയ അംഗീകാരം കൊടുത്തു, ഇത്രയും വലിയ പദവികൾ കൊടുത്തു. അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇതേപോലുള്ള ആഭാസകരമായ തരത്തിലേക്ക് പോയത്. നമ്മുടെ സമൂഹം ഒരു പൊതുപ്രവർത്തകനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പണികളിലേക്കാണ് ഇയാൾ പോയത്. അതായത് തുടരെ ഒരു പെൺവേട്ടക്കാരനായിട്ട് തന്നെ മാറി ചെറുപ്പക്കാരികളായ സ്ത്രീകളെയും മറ്റുള്ള പ്രായമുള്ളവരെയും ഒക്കെ തന്നെ തൻ്റെ അധികാരവും പദവിയും ഉപയോഗിച്ച് ഇത്തരത്തിൽ വേട്ടയാടി പിടിക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ളതാണ് ഇതിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. 2 പേര് ഇപ്പോൾ തന്നെ ഓൾറെഡി നിലവിൽ 2 ബലാത്സംഗ കേസുകൾ വന്നു കഴിഞ്ഞു. ഏറ്റവും അവസാനം വന്നതാണ് യഥാർത്ഥത്തിലുള്ള പക്ക ബലാത്സംഗ കേസാണത്. റേപ്പ് എന്ന് പറയുന്ന ഒരു പരിധിയിൽ വരുന്ന ഒരു പരാതിയാണ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ ഈ അധികാരം കിട്ടിയ ഈ ഒരു വർഷം കൊണ്ട് തന്നെ തൻ്റെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കി. ഇതിനകത്ത് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം? CPM-നെയോ അല്ലെങ്കിൽ BJP-യോ ഒന്നുമല്ല കുറ്റം പറയേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസിലെ അയാളെ എതിർക്കുന്നവരെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. സ്വയം വരുത്തി വീഴ്ച, സ്വയം കുഴി കുഴിച്ച് അതിനകത്തേക്ക് പോയി ചാടിയതാണ്. അതിനകത്ത് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത് പൊതുപ്രവർത്തകർക്കെല്ലാം ഒരു പാഠമായി മാറേണ്ടത്. കാരണം അനർഹരായ ആൾക്കാർക്ക് നിങ്ങൾ പദവി കൊടുക്കുമ്പോൾ തന്നെ ഇതേപോലെ സ്വഭാവശുദ്ധിയില്ലാത്ത, വ്യക്തിശുദ്ധിയില്ലാത്ത ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു അപകടം കൂടിയാണ്. ഇതെല്ലാ പാർട്ടികൾക്കും ഒരു പാഠമാണ്. കാരണം ഈ ചെറുപ്പക്കാരൻ വരുത്തി വെച്ച ഈ പാപത്തിൽ നിന്ന് കോൺഗ്രസിന് വിമുക്തമാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇത് തെരഞ്ഞെടുപ്പിനെ ഇനി എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയാം. കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം വരാനിരിക്കുന്ന 4 മാസം കൂടെ കഴിയുമ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. മറുവശത്ത് CPM-ഉം LDF-ഉം വലിയ രീതിയിലുള്ള ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ തുടങ്ങി അവർ നന്നായിട്ട് ലൈവായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ഒരു മുദ്രാവാക്യം അമ്പലക്കൊള്ളക്കാരെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മാനക്കേട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി ഈ ഒരു പെണ്ണുകേസിൽ പെട്ടു എന്നുള്ളൊരു ഇമ്പാക്റ്റ് മാറിയിട്ട് തീർച്ചയായിട്ടും അത് കോൺഗ്രസിനെ ചെറിയൊരു അളവിൽ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സർക്കാരായിരുന്നു. അതിനകത്ത് കോൺഗ്രസിന് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളൊരു പ്രഡിക്ഷൻ CPM-നകത്ത് പോലും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മുന്നേറ്റ കുതിപ്പിനെ, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു എഡ്ജ്, ഒരു മുൻതൂക്കം, അത്
വലിയ തോതിൽ ഇപ്പോൾ കുറഞ്ഞു എന്ന് തന്നെ തോന്നേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക്. ഇനി അത് താഴെത്തട്ടിൽ എങ്ങനെ ബാധിച്ചിട്ടുണ്ടോ, ഈ പെണ്ണ് കേസ് എങ്ങനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴേ അറിയത്തില്ല. പക്ഷേ സ്വാഭാവികമായ രീതിയിൽ കോൺഗ്രസ്സിന് ഈ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിലും ഈ അമ്പലക്കൊള്ള വലിയ തോതിൽ സാധാരണക്കാരുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഇടയിലാണ് ഇയാൾക്കെതിരെയുള്ള ഈ പെണ്ണ് കേസ് തുടരെയുള്ള കേസുകൾ വരികയും മസാല കഥകൾ നാടാകെ പാട്ട് നടക്കുകയാണ്. അപ്പം അതുണ്ടാക്കിയ ഇമ്പാക്റ്റിനകത്തുനിന്ന് ഇമ്പാക്റ്റ് എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിച്ചിട്ടുണ്ടോ, താഴെത്തട്ടിലേക്ക് ബാധിച്ചിട്ടുണ്ടോ, അതൊരു MLA-യുടെ മതിലുചാട്ടമായിട്ട് ഇതിനെ മാറുമോ എന്നൊക്കെ ഉള്ളത് ഇനിയുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കേരള സമൂഹം പക്ഷേ പൊതുവെ ഇത്തരം കാര്യങ്ങളോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാനായിട്ട് പറ്റേ നമ്മൾ 87 മുതൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ CPM വളരെ ബോധപൂർവ്വം ഇത്തരത്തിലുള്ള പെണ്ണ് കേസുകൾ കൊണ്ടുവരികയും അവരത് രാഷ്ട്രീയ നേട്ടമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളാണ് അതിനുള്ള വഴി വെച്ച് കൊടുക്കുകയും വളം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ദുരന്തം നിങ്ങൾ തന്നെ അനുഭവിക്കും. കാരണം നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇതുപോലുള്ള ആൾക്കാർ വന്ന് കയറുന്നു, CPM-നകത്ത് വരുന്നുണ്ടെങ്കിൽ അവരതിനെ ഏകാഭിപ്രായത്തോടുകൂടി ഒതുക്കി വെക്കാനുള്ള ശ്രമം അവർ നടത്താറുണ്ട്. ശരിയാണ്, കുറ്റപത്രം കിട്ടിയ പെണ്ണ് കേസിൽ തന്നെ കുറ്റപത്രം കിട്ടിയ ഒരു MLA മുകേഷ് എന്ന് പറയുന്ന MLA അപ്പുറത്തുണ്ട്. അയാളെ ഇതൊന്ന് നിസ്സാരമാക്കി കാണിച്ചുകൊണ്ടാണ് CPM നിൽക്കുന്നത്. അവർക്ക് അതിനുള്ള പാർട്ടി സംവിധാനമുണ്ട്. മറ്റേ കോൺഗ്രസിനകത്തല്ല, കുറച്ചുകൂടെ ഓപ്പണായിട്ട് ആൾക്കാർക്ക് പലതും പറയാൻ പറ്റും. ഇപ്പം തന്നെ ഈ MLA-ക്കെതിരെ തന്നെ ഒരുപാട് പേര്, ഒരു സ്ത്രീകളായാലും മറ്റുള്ളവരും ഒക്കെ തന്നെ ഇയാൾ ഒരു സ്വഭാവശുദ്ധിയുള്ള ഒരുത്തനല്ല, ഇയാൾ ഇതുപോലെ തന്നെ പെണ്ണുങ്ങളെ ഓടി നടന്ന് പിടിക്കുകയാണെന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം. അവിടെ ഏത് വിഷയം വരുമ്പോഴും തീവ്രത ഇളക്കണ്ട എന്നൊക്കെയുള്ള ചർച്ചകൾ പോലും ആ പാർട്ടിക്കകത്ത് നടക്കും. ഇവിടെ അത് നടക്കത്തില്ല. കാരണം ഇവിടെ കുറച്ചുകൂടെ ഓപ്പണാണ്, ആർക്കും അഭിപ്രായം പറയാനുള്ള സംവിധാനമുണ്ട്. ഇല്ലെങ്കിൽ അവർ നേതാക്കളെ വിമർശിക്കുന്നതൊക്കെ ഒരു സാഹചര്യം ഈ പാർട്ടിക്കകത്തുണ്ട്. ഒരളവിൽ ആ പാർട്ടിയുടെ നന്മയായിട്ടും ഒരളവിൽ അത് പാർട്ടിയുടെ ദോഷമായിട്ടും തന്നെ കണക്കാക്കേണ്ടി വരും. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈ 9-ാം തീയതി കഴിഞ്ഞേ അറിയാൻ പറ്റുള്ളൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ഒരു വിഷയം ഇനി കോൺഗ്രസിനുള്ളിൽ എങ്ങനെയായിരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? ഈ രാഹുൽ അനുകൂലിച്ച ഒരു വലിയ കൂട്ടം നേതാക്കൾ ഒരു പക്ഷത്തുണ്ടായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും? ഇനി അനുകൂലിക്കുന്നവരൊക്കെ തന്നെ മിണ്ടാതെ മാളത്തിൽ ഒളിച്ച സ്ഥിതിയാണ്. ഇയാളെ അനുകൂലിച്ചിരുന്ന 3-4 പേര്, പ്രധാനമായിട്ടും 3-4 പേരാണ് ഈ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ. അതായത് ഇയാളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ളതിൽ മുൻഗാമികളായ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും പിന്നെ മറ്റൊരു വർക്കിംഗ് പ്രസിഡൻ്റായ AP അനിൽകുമാറുമാണ് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു എന്നുള്ള പൊതുസമൂഹം കാണുന്നത്. കാരണം ഇവർ 3 പേരുമാണ് ഇതിനെ ഇയാൾക്കെതിരെ വന്ന നടപടികളെ ഒരു തരത്തിലും വിമർശിക്കുകയോ അല്ലെങ്കിൽ അയാൾ പാർട്ടിയിൽ തുടരാൻ പാടില്ല എന്നൊരു നിലപാട് പോലും സ്വീകരിക്കാത്ത 3 പേരാണ് ഇവർ. അപ്പം ഇവരുടെയൊക്കെ ഒരു അനുഗ്രാഹ്യത അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത് തുറന്ന സത്യമാണ്. ഇനി അത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവർ 3 പേരും കൂടെ ചേർന്നാണ് ഈ KPC പ്രസിഡൻ്റായ സണ്ണി ജോസഫിനെ ഹൈജാക്ക് ചെയ്ത് അയാളെ വെറും ഒരു പാവയാക്കി നിർത്തിക്കൊണ്ടാണ് അവർ ഈ കളികൾ മുഴുവൻ കളിച്ചത്. അല്ലെങ്കിൽ ഈ രണ്ടാമത് ഇപ്പോൾ കേസ് രജിസ്റ്റർ ദിവസം തന്നെ ഇയാളെ പുറത്താക്കേണ്ടതായിരുന്നു. അത് നടന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസിന് തുടക്കത്തിലെടുത്ത തീരുമാനത്തിന് ഗ്രേസ് കിട്ടുമായിരുന്നു, അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഒരു പരാതി വരുന്നതിന് മുമ്പ്, ഔദ്യോഗികമായ ഒരു പോലീസ് കേസ് വരുന്നതിന് മുമ്പ് ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ പുറത്താക്കി എന്നുള്ളത് കോൺഗ്രസ് ഇന്ത്യയിൽ തന്നെ വേറൊരു പാർട്ടിയും ചെയ്യാത്ത ഒരു തീരുമാനമാണ് കോൺഗ്രസ് എടുത്തത്. പക്ഷേ അതിൻ്റെ ഗ്രേസ് മുഴുവൻ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരും ഈ പ്രസിഡന്റും കൂടെ ചേർന്ന് കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാതെ പോയി. അതിന് പകരം അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ VD സതീശനെ പോലെയുള്ള ഒരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരമാണ്, അദ്ദേഹമാണ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നൊരു തീരുമാനം എടുത്തത്. ആ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള പരിപാടികളാണ് പിന്നെ ഇവരെല്ലാം കൂടെ ചെയ്തതും. ഈ സൈബർ ഗുണ്ടകളെ ഇളക്കി വിട്ട് അയാളെ വ്യക്തിപരമായി ആക്രമിക്കുകയും അതിനോടൊപ്പം തന്നെ KM മുരളീധരൻ, ചെന്നിത്തല എന്നിവരെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്ത് ഈ ഗൂഢസംഘത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ അവരംഗീകരിച്ചാലും അംഗീകരിച്ചില്ല, അതൊരു പരമാർത്ഥമായ രഹസ്യമാണ്, അത് പരമാർത്ഥമായ സത്യമാണ്. അപ്പോൾ അതാണ് സംഭവിച്ചത്. നിങ്ങൾ ഈ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജും അതിനെ വലിച്ചു നീട്ടി നാമാവശേഷമായതിനു ശേഷം എടുക്കുന്ന തീരുമാനം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത 6 ദിവസം തന്നെ ഇയാളെ പുറത്താക്കിയിരുന്നെങ്കിലും കോൺഗ്രസിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാകുമായിരുന്നു. കാരണം പൊതുസമൂഹത്തിൽ പറഞ്ഞു വയ്ക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ ഈ പാർട്ടി അയാളെ പുറത്താക്കിയത്. അത് പകരം 3 ദിവസം അത് വീണ്ടും ഈ പാർട്ടിയെ നാറ്റിക്കാനുള്ള അവസരങ്ങളാണ് ഈ KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാരും പൊതുസമൂഹത്തിന് മുമ്പിൽ വിട്ടുകൊടുത്ത്. അല്ലെങ്കിൽ ഈ ചാനലുകളിൽ ഈ ചർച്ച പോലും ഉണ്ടാവത്തില്ലായിരുന്നു, അത് അന്നേ അവസാനിക്കുമായിരുന്നു. പക്ഷേ അതിന് പകരം ഇവരുടെ ഈ മുട്ടാപ്പോക്കും ഇതേപോലുള്ള നയങ്ങളും തീരുമാനമില്ലായ്മയുമാണ് ഈ പ്രശ്നങ്ങളെ വഷളാക്കുന്നത്. കോൺഗ്രസിന് പണ്ട് കാലങ്ങളിൽ സംഭവിച്ച ദുരന്തങ്ങളെല്ലാം ഇതുതന്നെയാണ്. ഇതേപോലെ തന്നെ തീരുമാനം എടുക്കുന്നതിനകത്ത് തട്ടിക്കളിക്കുകയും ഒരു സംഘം ആൾക്കാർ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇയാളെ പുറത്താക്കണമെന്ന് ആർജവത്തോടു കൂടി പറയാൻ 1-2 പേരെ ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
ഒരു കേസ്, ഒരു പരാതി വന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അയാളെ പുറത്താക്കുക. ഇത് ഇത്രയും വലിയ സ്വാധീനം, ഇത്രയും വലിയ അവസരങ്ങൾ കൊടുത്തൊരു പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു ചെയ്ത് ഇല്ലേ? ഈ പാർട്ടിയോട് അയാൾ ചതിയാണ് കാണിച്ചത്, ഈ പാർട്ടിയോട് വഞ്ചനയാണ് കാണിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ മുതിർന്ന നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ കുഴപ്പമാണിത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ നിങ്ങൾ മുതലെടുത്തില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായി വലിയ നേട്ടം ഉണ്ടാക്കാമായിരുന്നു, വലിയ ആർജവത്തോടു കൂടി അത് പറഞ്ഞു നിൽക്കാൻ പറ്റും. പ്രത്യേകിച്ച് CPM അങ്ങനൊന്നും ഒരു മാതൃകയില്ല, അല്ലെങ്കിൽ BJP അങ്ങനെ ഒരു മാതൃകയില്ല. ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്. ആ തീരുമാനത്തിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇവർ കാണിച്ച ഈ മെല്ലെപ്പോക്കാണ് ഇപ്പോൾ കിട്ടേണ്ടിയിരുന്ന ഗ്രേസ് തന്നെ, രാഷ്ട്രീയമായി കിട്ടേണ്ടിയിരുന്ന മേൽക്കൈ പോലും ഇല്ലാതാക്കി. അതിന് ഉത്തരവാദി ഈ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. അവർ വിതച്ചത് അവർ കൊയ്യുന്നു എന്നുള്ളതല്ലാതെ വേറെ അതിനകത്ത് വേറെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല.